നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്ന വില്ല വരുന്നത് എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റോഡിൽ നിന്നും 200 മീറ്റർ മാത്രം ദൂരത്തായിട്ടാണ്. KME എഞ്ചിനീയറിംഗ് കോളേജിനോട് വളരെ അടുത്താണ്. എടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് പുക്കാട്ടുപടി ജംഗ്ഷൻ ഉണ്ട്, 2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. നല്ലൊരു ഏരിയയിൽ മനോഹരമായുള്ള വീടിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. 4 സെൻറ്റ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. വീതിയുള്ള ടാർ റോഡാണ് ഇൻഡിവിജ്വലല്ല ഈ വില്ലയ്ക്ക് കൊടുത്തിട്ടുള്ളത്. എലവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പോർഷൻ മതിലിലേക്കും കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. 4-way ലൈറ്റ് വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു മതിലിൻ്റെ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈൻ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ നല്ലൊരു പാറ്റേണിലുള്ള ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിൻ്റെ അകത്തേക്ക് വരികയാണ്, അതായത് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരികയാണ്. 2 വലിയ വാഹനങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് ഉൾക്കൊള്ളും. ഈസി ആയിട്ട് നമുക്ക് പാർക്കിംഗ് സ്പേസിലേക്ക് ഒരു വലിയ ഇതിൻ്റെ ഗ്രാസിൻ്റെ വർക്കും ടൈലിൻ്റെ പാറ്റേണും വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനിലാണ് കൊടുത്തുള്ളത്. ഈസ്റ്റിലേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ലൊരു വെല്ല് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബേസ്മെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോളവും ഭീമിലുമാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് കൊടുത്തുള്ളത്. ക്വാളിറ്റിയിലാണ് വീട് ചെയ്തിട്ടുള്ളത്. പിന്നെ എലിവേഷന് താഴെയായിട്ട് പാരപ്പറ്റിനോട് ചേർന്ന് തന്നെയായിട്ട് സ്പോട്ട് LED ലൈറ്റുകൾ ഉടനീളം കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബെഞ്ച്, ചെയർ ഇടാനുള്ള സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വീതിയുള്ള സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ മുഖദർശനവും വീടിൻ്റെ ഡോറും വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് ആണ്. ഇതിൻ്റെ ടൈലിൻ്റെ പാറ്റേൺ ആണെങ്കിലും ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു വാള് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി സീലിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 സെക്ഷനായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അതായത് വുഡിൻ്റെ ടെക്സ്റ്റോട് PVC ലാമിനേഷൻ 2 സൈഡിലായിട്ട് വരുന്നുണ്ട്. കോപ്പർ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബിൽഡർ ഫാനും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. ഫ്രഞ്ച് വിൻഡോ സൈഡ് 3 പാളി ജനൽ പാനൽ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. അവിടെയും 4 പാളി ജനൽ പാനൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. ഡൈനിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസ് ഭംഗിയായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് തന്നെയാണ് കൊടുത്തുള്ളത്. ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡിലെ ഭിത്തിയാണ്. ഇവിടെ 3 പാളി ജനൽ ഫുള്ള് പാനൽ ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. നല്ലൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. അകത്ത് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡും ഹോബൊക്കെ അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ് കബോർഡുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കളർ പാറ്റേണും ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ തന്നെയാണ്. അപ്പം L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. സിറയുടെ ടാപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്നത് അക്വഗാർഡിൻ്റെ പോയിൻ്റാണ്. പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് കിച്ചൺ സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കിച്ചൻ്റെ ഔട്ട് സൈഡിലൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട്. ഇങ്ങനെ അതും ടൈൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോളികാർബണേറ്റ് ഷീറ്റ് തന്നെയാണ് കൊടുത്തുള്ളത്. 2 സൈഡും നമുക്ക് ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കിനി ബെഡ്റൂമിലേക്ക് പോകാം. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് മാസ്റ്റർ ബെഡ്റൂം എന്നുള്ളത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇതാണ് വെസ്റ്റ് സൈഡ് 3 പാളി ജനൽ. ഇത് സൗത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 12 അടി വീതിയുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. കബോർഡിന് നല്ല ഒരു കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു ഹാൻഡിലൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയായിട്ടാണ് വാർഡ്രോബ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. വാഷ് ബേസിൻ വന്നിട്ടുണ്ട്, മിറർ വന്നിട്ടുണ്ട്, ഇനി ഒരു ലൈറ്റ് വരാനുണ്ട്.
ഡയവേർട്ടർ സെറയുടെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്ററിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന മാറ്റ്, ഭിത്തി വന്നിരിക്കുന്ന ഗ്ലോസിയാണ്. ഫൈബർ ഡോറും ആണ് വന്നുള്ളത്. വീട് ഫുൾ ഒരു വാം ലൈറ്റിൻ്റെ തീമിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇത് നോർത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് 11 അടി നീളവും 10 അടി വീതിയിലുമാണ്. ഇവിടെ 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. സെയിം കളർ പാറ്റേൺ തന്നെയാണ്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ഇനി ലൈറ്റ് വരാനുണ്ട്. ഇവിടെയും ഡൈവേർട്ടർ തന്നെയാണ്. റെയിൻ ഷവറിന് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നുള്ളത്. താഴെ മാറ്റ്, ഭിത്തി ഗ്ലോസി. ഇനി നമ്മൾ ഈ വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ആദ്യം സ്റ്റെയറിലേക്ക് വരാം. ഭംഗിയുള്ളൊരു പാറ്റേണിലാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടി ഒരു ഭാഗം ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടറും അതിനോട് ചേർന്ന് തന്നെയാണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സെറയുടെ ഒരു വാഷ് ബേസും വന്നിട്ടുണ്ട്. പില്ലർ കോക്ക് വന്നിരിക്കുന്നതും സെറയുടെ തന്നെയാണ്. അതുപോലെ വശങ്ങളെല്ലാം PVC ലാമിനേഷൻ വന്നിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ലൊരു മിറർ. അപ്പോൾ ഭംഗിയായിട്ട് വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കയറുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആണ്. അതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ ഗ്രാനൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. ഈസി ആയിട്ട് കയറാം മേലേക്ക്. വിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു സ്റ്റഡി സ്പേസ് കൊടുത്തിട്ടൊരു ടേബിൾ വരുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് നല്ലൊരു TV യൂണിറ്റൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അത്രയും വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസും കൂടിയാണ്. മേലെ ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും വരുന്നത്. ഈ ഭാഗം വരുന്നത് 2 സൈഡിലുള്ള ഡബിൾ ഹൈറ്റഡ് ആണ്. ഇത് ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ വരുന്ന ഡബിൾ ഹൈറ്റഡ് ആണ്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരാൻ നേരത്ത് നമുക്ക് കയറുന്ന ഭാഗത്ത് സ്റ്റെയറിൻ്റെ മേലെയുള്ള ഡബിൾ ഹൈറ്റഡ് ഭാഗമാണ്. രണ്ടിലും ഭംഗിയുള്ളൊരു ഫാൻസി ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണ്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. സൗത്തിലേക്ക് നമുക്ക് ഹെഡ് പൊസിഷൻ വെക്കാവുന്ന രീതിയിലാണ് ബെഡ് സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വലിപ്പമുള്ളൊരു വാൾഡ്രോബ്സും വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 12 അടി വീതിയാണ്. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ബാൽക്കണി വ്യൂ ആണ്. അപ്പോൾ മനോഹരമായുള്ളൊരു വ്യൂയോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമാണിത്. ഇവിടെ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുകയാണ്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയും കൂടിയാണ്. കാണുന്നത് മെയിൻ റോഡും കൂടിയാണ്. ബസ് റൂട്ട് വളരെ അടുത്തായിട്ടുള്ളൊരു വീടും കൂടിയാണിത്. ഇനി നമുക്കിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. താഴെയുള്ള ബെഡ്റൂമിന് മേലെയായിട്ട് യൂട്ടിലിറ്റി ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. വശങ്ങളെല്ലാം പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. പക്ഷികളൊന്നും കിടക്കാത്ത രീതിയിൽ മെഷും കൊടുത്തിട്ടുണ്ട്. അപ്പം ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടൈലാണെന്നുണ്ടെങ്കിൽ 4x2 മാറ്റ് വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് വന്നുള്ളത്. ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പവർ പോയിൻറ്റ്, വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അലക്കി വിരിച്ച് ഇവിടെ തന്നെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അത് കൂടാതെ മേലേക്ക് കയറണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. കോൺക്രീറ്റിന് സ്റ്റെപ്പ് ഒരുപാട് വലിപ്പത്തിലല്ല, ഈസി ആയിട്ട് കയറാവുന്ന രീതിയിലാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈസി ആയിട്ട് നമുക്ക് തുണികൾ മേലെ വിരിച്ചിടാനുള്ള സ്പേസ് ഉണ്ട്. മാത്രമല്ല അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും യൂസ്ഫുള്ളാണ്. ഇനി നമുക്കിതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം ഒരു 12 അടി നീളവും 12.5 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. ബെഡ് പൊസിഷനൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈസ്റ്റ് സൈഡും വന്നിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് വാൾഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാത്റൂം ഭാഗത്തേക്ക് വരാം. കയറി വരുന്ന ഭാഗത്ത് തന്നെയായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, അതുപോലെ തന്നെ വാഷ് ബേസിനും മിററും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാത്റൂമും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാൽക്കണിയിലേക്കൊന്ന് വരാം. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ബാൽക്കണി കൂടി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനാണ് വന്നുള്ളത്. ഭംഗിയായിട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 4 സെൻറ്റ് ഭൂമിയിൽ 1900 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. അത് മനോഹരമായിട്ട് ഇൻറ്റീരിയറോട് കൂടി തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീട്, അതും ബസ് റൂട്ടിനോട് വളരെ അടുത്ത് തന്നെയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 85 ലക്ഷം രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റ് നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.